Dear students, നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മളൊരു അടുത്ത മൊഡ്യൂളിൽ അതായത് നമ്മൾ ഫോർത്ത് മൊഡ്യൂൾ വരെ കംപ്ലീറ്റ് ചെയ്യില്ല ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സോട് കൂടിയിട്ട് നമ്മൾ ഫോർത്ത് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി നമ്മൾ അടുത്ത മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ, ഈ ചാപ്റ്റർ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മളുടെ അവസാനത്തെ മൊഡ്യൂളാണ്. നമുക്കൊരു 3 ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് സൂപ്പർ കണ്ടക്ടേഴ്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോണിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ചാപ്റ്ററും, അത് കഴിഞ്ഞിട്ട് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സൂപ്പർ കണ്ടക്ടേഴ്സിൽ നമുക്കറിയാം, സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? കണ്ടക്ടിവിറ്റി എന്താണോ, ബിക്കോസ് ഇറ്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദ റെസിസ്റ്റിവിറ്റി ആണല്ലേ. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ ഇൻവേഴ്സ് ആണ് നമ്മളുടെ കണ്ടക്ടിവിറ്റി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, സൂപ്പർ കണ്ടക്ടേഴ്സ് പഠിക്കുന്നതിന് മുന്നേ എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് നോക്കാം. റെസിസ്റ്റിവിറ്റി എന്താണ്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ്, ഒരു ഇലക്ട്രോണിന് എന്ത് ചെയ്യുന്ന ഒരു കണ്ടക്ടറിനകത്തൂടെ കടന്നു പോകുമ്പോൾ അതിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന റെസിസ്റ്റൻസുകളാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി ആയിട്ട്, ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി ആയിട്ട് വരുന്നത്. അപ്പം എന്ത് സംഭവിക്കുന്നു? ഒരു ഇലക്ട്രോണ് ഒരു കണ്ടക്ടറിനകത്തൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ ഇലക്ട്രോണ് ആ കണ്ടക്ടറിനകത്തുള്ള ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇത് നമ്മളുടെ മെറ്റീരിയലിൻ്റെ ബൗണ്ടറിയുമായിട്ടും കൊളൈഡ് ചെയ്യും. നമ്മൾ നാനോ മെറ്റീരിയൽസ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റെസിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഡ്യൂ ടു ദ സ്കാറ്ററിങ് ഓഫ് ദ ഇലക്ട്രോൺസ് വിത്ത് ദ വൈബ്രേറ്റിംഗ് ആറ്റംസ് ആൻഡ് ഇംപ്യൂരിറ്റീസ് എന്ത് ചെയ്യും? അതിൻ്റെ മോഷനെ എന്ത് ചെയ്യും? തടസ്സപ്പെടുത്തും. സോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ കോൺട്രിബ്യൂഷൻ ഫ്രം ദ സ്കാറ്ററിങ് ആണ്. ഇത് എത്രത്തോളം സ്കാറ്ററിങ് ഉണ്ടോ, ഇലക്ട്രോൺ സ്കാറ്ററിങ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എന്തായിരിക്കും? റെസിസ്റ്റിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴാണ് സ്കാറ്ററിങ് ഉണ്ടാകുന്നത്? സ്കാറ്ററിങ് ഉണ്ടാകുന്നത് എപ്പോഴാണോ നമ്മുടെ ആറ്റംസ് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത്, അപ്പോൾ എന്തായിരിക്കും? നമുക്കതിൻ്റെ റെസിസ്റ്റിവിറ്റി അത്രയും കൂടുതലാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ എപ്പോഴാണ് നമ്മളുടെ ആറ്റംസ് നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത്? വെൻ വി ഹാവ് എ ഹൈ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? നമ്മളുടെ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? അവിടെ റെസിസ്റ്റിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ തെർമൽ വൈബ്രേഷൻ എപ്പോഴാണോ കുറഞ്ഞു വരുന്നത്, അപ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ റെസിസ്റ്റിവിറ്റി കുറഞ്ഞു വരും. സോ when the thermal vibration decreases with temperature, the scattering decreases and the resistivity decreases. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ആറ്റത്തിൻ്റെ വൈബ്രേഷൻസ് കൂടും. അപ്പോൾ നമ്മളുടെ എന്ത് ചെയ്യും? നമ്മളുടെ റെസിസ്റ്റിവിറ്റി കൂടും. സോ റെസിസ്റ്റിവിറ്റി നമ്മൾ എന്ത് ചെയ്യുക? ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരുന്നതിനനുസരിച്ച് the resistivity of the material decreases. Okay, so when the atom is cooled below a particular temperature, that is a freezing temperature പോലെ, then the scattering of electrons with atoms get diminished. When an atom is cooled below a particular temperature, the scattering of electrons with the lattice atoms get diminished. So the conductor loses all its resistivity and attain a infinite conductivity. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എന്താ പറയുന്നത്? കണ്ടക്ടർ ലോസസ് ഇറ്റ്സ് ഓൾ റെസിസ്റ്റിവിറ്റി ആൻഡ് അറ്റൈൻ എ infinite conductivity. So the property at which the resistance of a metal and alloy suddenly falls to zero when they are cooled below particular temperature is called a superconductor. So the property at which the resistance of a metal and alloy suddenly falls to zero when they are cooled below a particular temperature is called a superconductivity. അപ്പോൾ നമ്മളുടെ എന്ത് ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് താഴത്തോട്ട് നമ്മൾ കൂൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? റെസിസ്റ്റിവിറ്റി 0 ആവും, അല്ലെങ്കിൽ അതിന് ഇൻഫൈനൈറ്റ് കണ്ടക്ടിവിറ്റി കിട്ടും. ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു പെർട്ടിക്കുലർ ഫിനോമിനെ നമ്മൾ എന്ത് പറയുന്നു? സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. വി കോൾ ഇറ്റ് ആസ് എ സൂപ്പർ കണ്ടക്ടിവിറ്റി. സോ മെറ്റൽ ലൂസ് ദർ ഓൾ കണ്ടക്ടിങ് പ്രോപ്പർട്ടി ആൻഡ് ബിക്കം സൂപ്പർ കണ്ടക്ടേഴ്സ്. എന്തുകൊണ്ട് നമ്മൾ കണ്ടക്ടിങ് പ്രോപ്പർട്ടി ലൂസ് ചെയ്യുന്നതെന്ന് പറയാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ സൂപ്പർ കണ്ടക്ടിങ് ആവുമ്പോൾ അവിടെ നമ്മളുടെ എന്ത് ചെയ്യുന്ന കറണ്ട് കിട്ടുന്നതും നമ്മൾ നോർമൽ കണ്ടക്ടിങ് ആകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺ മൂവ്മെൻറ്റും രണ്ടും ഡിഫറെൻ്റ് ആണ്. നമ്മൾ നോർമലായിട്ട് കണ്ടക്ടിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഒരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസിലോട്ട് പോകുന്നുണ്ട്. ആ ഒരു പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ സൂപ്പർ കണ്ടക്ടിങ്ങിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതും തമ്മിൽ രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മെക്കാനിസമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ മെറ്റൽ ലൂസ് ദർ കണ്ടക്ടിങ് പ്രോപ്പർട്ടി ആൻഡ് ദെൻ it will become a superconductor. It will become a superconductor. The property of the material, property by which the resistivity of the metal and alloy suddenly falls to zero
when they are cooled below a particular temperature ആണ് നമ്മൾ എന്ത് പറയുന്നത് സൂപ്പർ കണ്ടക്ടിവിറ്റി പറയുന്നത്. at super conductive state metal lose their conducting property and then it will become a superconductor. Okay. So almost all metal become superconductors at a temperature just above absolute zero. നമ്മൾ എന്ത് absolute zero Kelvin, absolute zero എന്ന് പറഞ്ഞാൽ 0 Kelvin ആണ്. 0 Kelvinന്റെ അടുത്തോട്ട് വരുന്നതിനനുസരിച്ച് ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയലും എന്തായിരിക്കും, എല്ലാ മെറ്റൽസും ഇൻഫാക്ട് എല്ലാ മെറ്റൽസിൻ്റെ ആയിരിക്കും become superconductors ആയി മാറും. So almost all metals become superconductors at temperature just above absolute zero. ഇനി എന്ത് നോക്കാം, നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ദ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ സഡൻലി ഫാൾസ് ടു സീറോ ആൻഡ് ബിക്കം സൂപ്പർ കണ്ടക്ടർ. അപ്പോൾ എപ്പോഴാണോ ഒരു മെറ്റീരിയൽ ബിക്കം സൂപ്പർ കണ്ടക്ടർ ആവുന്നത് അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് നമുക്ക് അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ രണ്ട് തരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഇസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ സഡൻലി ഫാൾസ് ടു സീറോ ആൻഡ് ബിക്കം സൂപ്പർ കണ്ടക്ടർ. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്ത് പറയാം, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് മെറ്റീരിയൽ ചേഞ്ചസ് ഫ്രം ഇറ്റ്സ് നോർമൽ കണ്ടക്ടിങ് സ്റ്റേറ്റ്സ് ടു സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ മെറ്റീരിയൽ ചേഞ്ചസ് ഫ്രം ഇറ്റ്സ് നോർമൽ കണ്ടക്ടിങ് സ്റ്റേറ്റ് ടു സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്നാണ്. When the temperature of the material is increased above the transition temperature, it regains its resistivity. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടെമ്പറേച്ചർ കുറച്ചിട്ട് നമ്മളൊരു മെറ്റീരിയലിനെ എന്ത് ചെയ്യും സൂപ്പർ കണ്ടക്ടർ ആക്കി മാറ്റി. ഇനി നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് ചെയ്യും, ആ മെറ്റീരിയൽ ഇറ്റ് വിൽ ഗോ ബാക്ക് ടു ദി നോർമൽ സ്റ്റേറ്റിലോട്ട് തിരിച്ചു പോകും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇസ് എ സൂപ്പർ കണ്ടക്ടിവിറ്റി ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ് ആണ്. നമുക്ക് ടെമ്പറേച്ചർ കുറച്ചിട്ട് ഒരു മെറ്റീരിയലിനെ സൂപ്പർ കണ്ടക്ടർ ആക്കി മാറ്റാൻ പറ്റും. ദെൻ ഇഫ് യു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ദെൻ ഇറ്റ് വിൽ ബിക്കം എ നോർമൽ മെറ്റീരിയൽ അഗെയിൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് റിവേഴ്സിബിൾ പ്രോസസ്സാണ്. നമ്മൾ ഈ ടെമ്പറേച്ചർ കുറച്ച് വന്ന സൂപ്പർ കണ്ടക്ടർ ആവും, ടെമ്പറേച്ചർ കൂട്ടി കൊണ്ടുപോയാൽ ആൻഡ് ഇറ്റ് വിൽ ബിക്കം നോർമൽ മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂപ്പർ കണ്ടക്ടിവിറ്റി ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ്സാണെന്ന് പറയാൻ പറ്റും. ഓക്കെ. ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി ആദ്യമായിട്ട് 1911 കാമർലിംഗ് ആണ് എന്ത് കണ്ടുപിടിച്ചത്. അവർ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ they were checking the resistivity of the mercury എന്ത് ചെയ്യുക ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ അവർ ഹീലിയം മെർക്കുറിയുടെ ടെമ്പറേച്ചർ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ വളരെ ലോ ടെമ്പറേച്ചറിലായിരുന്നു. ദെൻ ദേ സഡൻലി നോട്ടഡ് ദാറ്റ് അറ്റ് ടെമ്പറേച്ചർ 4.2 Kelvin the resistivity of the HG സഡൻലി ഡ്രോപ്സ് ടു സീറോ. ഒരു പെർട്ടിക്കുലർ അവരിങ്ങനെ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവന്ന് ഒരു 4.2 Kelvin എത്തിയപ്പം they have seen that the resistivity of the മെർക്കുറി സഡൻലി ഡ്രോപ്സ് ടു സീറോ. അപ്പോൾ അത്രയും നേരം ഒരു റെസിസ്റ്റിവിറ്റി കാണിച്ചുകൊണ്ടിരുന്ന മെറ്റീരിയൽ പെട്ടെന്ന് 4.2 Kelvin എത്തിയപ്പം അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് സീറോയിലോട്ട് പോയി. അത് ഓൾമോസ്റ്റ് സീറോ എന്ന് പറഞ്ഞാൽ 10⁻⁷ ഓം മീറ്റർ റേഞ്ചിലോട്ടൊക്കെ എന്ത് ചെയ്ത് അതിൻ്റെ റെസിസ്റ്റിവിറ്റി കുറഞ്ഞു വന്നു. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഗ്രാഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ കണ്ടക്ടർ ആണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കുറക്കുന്നതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റിവിറ്റി ഇങ്ങനെ കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നോർമൽ ഒരു കണ്ടക്ടർ ആണെങ്കിൽ വി എക്സ്പെക്ട് ദാറ്റ് ഇറ്റ് വിൽ ഗോ ആൻഡ് ഇറ്റ് വിൽ ഹാവ് എ നോൺ സീറോ റെസിസ്റ്റിവിറ്റി അറ്റ് 0 Kelvin. ഒരു നോൺ സീറോ റെസിസ്റ്റിവിറ്റി 0 Kelvin ഉണ്ടാവണം. പക്ഷേ ഇറ്റ് ഈസ് ഇൻ ദാറ്റ് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് ശേഷം എന്ത് ചെയ്യുന്നു അതിൻ്റെ റെസിസ്റ്റിവിറ്റി ഡ്രാസ്റ്റിക്കലായിട്ട് കുറഞ്ഞു വരുന്നു. ആ ടെമ്പറേച്ചറിനാണ് എന്ത് പറയുന്നത് ഈ കോൾ ഇറ്റ് ആസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ TC. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിന് താഴത്തോട്ട് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞത് ഓൾമോസ്റ്റ് സീറോ ആയി മാറും. സോ ദാറ്റ് ഈസ് ഈ ഗ്രാഫ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഒരു എന്താ പറയുക മെർക്കുറിയുടെ കേസിലാണ്. സോ അറ്റ് പെർട്ടിക്കുലർ ടെമ്പറേച്ചർ TC എന്ന് പറയുന്നത് ഇവിടെ മെർക്കുറിയുടെ കേസിൽ 4.2 Kelvin ആണ്. ആ ഒരു കെൽവിൻ്റെ താഴത്തോട്ട് എന്ത് ചെയ്ത് സഡൻലി അതിൻ്റെ റെസിസ്റ്റിവിറ്റി സീറോ ആയിട്ട് മാറി. സോ ഇൻ സൂപ്പർ കണ്ടക്ടർ റെസിസ്റ്റിവിറ്റി സഡൻലി ഫാൾസ് ടു സീറോ ആണ്. ഇവിടെ റെസിസ്റ്റിവിറ്റി എന്നുകൊണ്ടുണ്ടാവും സൂപ്പർ കണ്ടക്ടർ റെസിസ്റ്റിവിറ്റി സഡൻലി ഫാൾസ് ടു സീറോ എന്നുള്ളതാണ് അവർ ഒബ്സർവ് ചെയ്ത്. സോ ഇത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ സഡൻലി സീറോ ആവുന്ന ഈ ടെമ്പറേച്ചറാണ് നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയും. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ സ്ലൈഡിലും കണ്ടതാണ്.
So the critical temperature can be changed by adding impurities. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ മെറ്റീരിയൽ എന്താ പറയുക നമ്മുടെ മെർക്കുറി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 4.2 കെൽവിൻ എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറാണ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും ബൈ ആഡിങ് ഇമ്പ്യൂരിറ്റീസ്. നമുക്കതിനെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ കൂട്ടുകയും അതുപോലെ കുറക്കുകയും ചെയ്യാം ബൈ ആഡിങ് ഇമ്പ്യൂരിറ്റീസ്. ഫോർ എ പ്യുവർ മെറ്റൽ, അതായത് പ്യുവർ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡ്, കോപ്പർ എന്നുള്ള അതുപോലുള്ള പ്യുവർ മെറ്റലിന് ടി സി എന്ന് പറയുന്ന ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വേരീസ് ഫ്രം 0.35 കെൽവിൻ, ദാറ്റ് ഈസ് ഫോർ ദ ഹാഫ്നിയം, ടു 9.22 കെൽവിൻ, ദാറ്റ് ഈസ് ഫോർ ദ നിയോബീമിയം. അതിൻ്റെ ഇടക്കാണ് ബാക്കിയുള്ള മെറ്റീരിയൽസ് എല്ലാവരും വരുന്നത്. 0.35 കെൽവിൻ ടു 9.22 കെൽവിൻ ആണ് ഫോർ എ പ്യുവർ മെറ്റലിൻ്റെ റേഞ്ച് ആയിട്ട്. അതായത് ലോവസ്റ്റ് റേഞ്ച് എന്ന 0.35 ഹാഫ്നിയത്തിനും 9.22 എന്ന് പറയുന്നത് നിയോബിയമത്തിനും കണ്ടിട്ടുള്ള എന്താ പറയുക ക്രിട്ടിക്കൽ ടെമ്പറേച്ചേഴ്സ് ആണ്. ആൻഡ് ജനറലി പ്യുവർ മെറ്റലിന് ആ ഒരു റേഞ്ചിൻ്റെ ഇടക്ക് വേരി ചെയ്യും. പക്ഷെ നമുക്കൊരു അലോയ് ഫോം ചെയ്യുകയാണെങ്കിൽ അലോയ് ക്യാൻ ഹാവ് എ ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അലോയ്സിന് ഉണ്ടാവും. സോ ലൈക്ക് ദ എക്സാമ്പിൾസ് ഓഫ് കോപ്പർ ഓക്സൈഡിന് ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഈസ് അറൌണ്ട് 100 കെൽവിനാണ്. 100 കെൽവിൻ, അത് അത്രയും ഹൈ ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഹൈ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഈ സൂപ്പർ കണ്ടക്ടേഴ്സ് നമുക്കിപ്പോൾ റൂം ടെമ്പറേച്ചറിലൊക്കെ ഒരു സൂപ്പർ കണ്ടക്ടർ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ഇത്രയും ചെറിയ ടെമ്പറേച്ചറിൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് സൂപ്പർ കണ്ടക്ടേഴ്സ് അവൈലബിൾ. 100 കെൽവിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇറ്റ് ഈസ് -173 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത്രയും ചെറിയ ടെമ്പറേച്ചറിലാണ് നമുക്ക് സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുള്ളൂ. നമ്മളുടെ ഇപ്പോൾ റിസർച്ചുകളൊക്കെ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഹൗ ക്യാൻ വി ഇംപ്രൂവ് ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എങ്ങനെ എന്ത് ചെയ്യുക കൂട്ടി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ റൂം ടെമ്പറേച്ചറിൻ്റെ അടുത്തോട്ടൊക്കെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ കൊണ്ടുവന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന മെറ്റീരിയൽസിന് വേണ്ടി റൂം ടെമ്പറേച്ചർ എത്തിയില്ലെങ്കിലും ഒരു എന്ത് ചെയ്യുക നിയർ ടു റൂം ടെമ്പറേച്ചറിൽ എന്തായാലും നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ എങ്ങനെ നമുക്കൊരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽസ് ഉണ്ടാക്കുക എന്നുള്ളതിനാണ് ഇപ്പോൾ കറൻ്റ്ലി ഒരുപാട് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ വി ഹാവ് അച്ചീവ്ഡ് അപ് ടു 100 കെൽവിൻ വരെ ഓൾറെഡി അച്ചീവ്ഡ് ആയിട്ടുണ്ട് ഫോർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കോമ്പിനേഷൻസ്. പിന്നെ വേറെ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണ്, ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് എന്നാൽ ഗോൾഡ്, കോപ്പർ എന്നുള്ള നോർമൽ നമ്മളുടെ ഗുഡ് കണ്ടക്ടേഴ്സ് ആർ നോട്ട് ഗുഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്. അവർ സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടീസിൽ വളരെ പിന്നോട്ടാണ്. ദേ ആർ നോട്ട് വെരി ഗുഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ആൻഡ് സിമിലർലി ഗുഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സിങ്ക്, ലെഡ്, ദേ ആർ നോട്ട് വെരി ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആണ്. ഒരു എന്താ പറയുക ഇൻവേഴ്സ് റിലേഷൻ. നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽസ് സൂപ്പർ കണ്ടക്ടിങ്ങിൽ സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടീസിൽ മോശമാണ്. പക്ഷേ നല്ല സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽസ് അതിൻ്റെ എന്താ പറയുക ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ് കുറച്ച് ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. ഇനി നമ്മളിതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി പഠിക്കാൻ പോകുന്നത് സൂപ്പർ കണ്ടക്ടീവ്. നമ്മൾ സൂപ്പർ കണ്ടക്ടിങ് എന്താണെന്ന് മനസ്സിലായി, സൂപ്പർ കണ്ടക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലായി, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൻ്റെ താഴെയാണെങ്കിൽ അത് സൂപ്പർ കണ്ടക്ടറാണ്, മേലെയാണെന്നുണ്ടെങ്കിൽ അത് നോർമൽ കണ്ടക്ടർ ആയിരിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്താ പറയുക കാണിക്കുന്ന ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പ്രോപ്പർട്ടീസാണ്. അതിലൊന്നാണ് മീസ്നർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ. മീസ്നർ ഇഫക്റ്റ് 1933 മീസ്നറും ഓഷൻഫീൽഡും ആണ് എന്ത് ചെയ്യുക ഇത് കണ്ടെത്തിയത്. അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they tried to measure the magnetic flux density inside and outside a cylindrical specimens. അവർ ഉപയോഗിച്ച മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ടിന്നും ലെഡും ആണ്. ആ ടിന്നിൻ്റെയും ലെഡിൻ്റെയും അകത്തുകൂടെയും അതുപോലെ പുറത്തുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അവർ മെഷർ ചെയ്യാൻ തുടങ്ങി. വെൻ ദേ കീപ്പ് ഇറ്റ് ഇൻ എ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒരു ടിന്നിൻ്റെയും അതുപോലെ ലെഡിൻ്റെയും സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് എടുത്തിട്ട് അവരെന്ത് ചെയ്ത് അതിൻ്റെ അകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ടെമ്പറേച്ചർ വേരി ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്ത് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ അകത്തും അതുപോലെ പുറത്തുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. So basically they have taken a tin and a lead and they kept it in an external magnetic field, and by varying temperature they measured the magnetic flux density inside and outside the cylindrical specimens. So all the magnetic lines have been expelled from the interior of the specimen when it is cooled below critical temperature. അപ്പോൾ അവർ ടെമ്പറേച്ചർ എന്ത് ചെയ്ത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ താഴത്തോട്ട് കൊണ്ടുവന്നപ്പം അവർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി
അവിടെ കണ്ടു. അതായത് മാഗ്നറ്റിക് ലൈൻസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലൈൻസ് ആർ എക്സ്പെൽ ഫ്രം ദ ഇന്റീരിയർ ഓഫ് ദ സ്പെസിഫിൻ. അതായത് നമ്മളുടെ ആ ഒരു സിലിണ്ടറിക്കൽ സ്പെസിഫിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുകൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ലൈൻസ് എന്ന് പറയുന്നത് എന്ത് പറയുന്നത് സീറോ ആണെന്ന് വെൻ ദ ടെമ്പറേച്ചർ ഈസ് ബിലോ ടി സി എന്ന് പറയുന്നത്. സോ ദ മെറ്റീരിയൽ ബിക്കം പെർഫെക്റ്റ് ഡയമagnet. നമ്മൾ എന്താ പറയുക കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു എന്തായിരുന്നു ഡയമagnet. ഡയമagnet എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് അലോ ദ മാഗ്നറ്റിക് ഫീൽഡ് ടു പാസ് ത്രൂ ദാറ്റ് മെറ്റീരിയൽ അല്ലേ. ഒരു പെർഫെക്റ്റ് ഡയമagnet എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുകൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു സീറോ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഒരു സൂപ്പർ കണ്ടക്ടർ എടുത്തിട്ട്, ഇപ്പോൾ ഈ റൈറ്റിൽ കാണിച്ചിട്ടുള്ളതാണ് സൂപ്പർ കണ്ടക്ടർ. ഒരു സൂപ്പർ കണ്ടക്ടർ എടുത്തിട്ട് അതിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം അതിൻ്റെ പുറത്തു കൂടെയാണ് ട്രാവൽ ചെയ്തത്. ഒരു സിംഗിൾ ലൈന് പോലും അതിൻ്റെ അകത്തുകൂടെ കടന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ബി ഈസ് ഈക്വൽ ടു സീറോ ആണ്. സോ വെൻ ദ ടെമ്പറേച്ചർ ഈസ് ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ആർ കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആർ എക്സ്പെൽഡ് ഫ്രം ദ ഇന്റീരിയർ ഓഫ് ദ സ്പെസിമെൻ. വെൻ ടെമ്പറേച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? ബി എന്ന് പറയുന്നത് ഇതിനകത്തുകൂടെയും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീസ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. മീസ്നർ എഫക്റ്റ് എന്താണ്? ദ പ്രോപ്പർട്ടി ഓഫ് expulsion of magnetic flux density from the interior of a superconducting material during transition from normal to superconducting state. The property of expulsion of magnetic flux density, അതായത് എന്താ പറയുക, നമ്മളുടെ എന്താ പറയുക ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇറ്റ് വിൽ എക്സ്പെൽ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി വെൻ ഇറ്റ് ഈസ് ഇൻ എ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് എന്നത്. സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ആകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെല്ലാം എന്ത് ചെയ്യും? അതിനെ എക്സ്പെൽ ചെയ്ത് എന്ത് ചെയ്യും? അത് പുറത്തു കൂടെ മാത്രം പോകുന്ന ഈ ഒരു ഫിനോമിനൻ നമ്മൾ എന്ത് പറയുന്നത്? മീസ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ മീസ്നർ എഫക്റ്റിന് ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, പറഞ്ഞു തരാം എന്താണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത്? മീസ്നർ എഫക്റ്റിൽ നമ്മൾ എന്താ പറയുക ഇതിൻ്റെ ഒരു കുറച്ച് ഇക്വേഷൻസ് നോക്കാൻ എന്താണ് എന്ത് ചെയ്യുന്നത്? വെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ പാസിംഗ് ത്രൂ, അതായത് ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു നോക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അതിനകത്തുകൂടെ പോവുകയാണെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻസൈഡ് എന്ന് പറയുന്നത് ബി ഈക്വൽ ടു മ്യൂ സീറോ എച്ച് പ്ലസ് എം ആയിരിക്കും. ഓക്കെ, അതായത് മ്യൂ സീറോ എന്ന് പറയുന്നത് പെർമിയബിലിറ്റി, എം എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസിഷൻ ടെമ്പറേച്ചറിൻ്റെ താഴത്തോട്ട് അതിനെ ആ ഒരു മെറ്റീരിയലിനെ കൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എക്സ്പെൽ ചെയ്യും. അതായത് അതിൻ്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അപ്പോൾ സീറോ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക? മ്യൂ സീറോ എച്ച് പ്ലസ് എം ഈക്വൽ ടു സീറോ ആയിരിക്കും. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് എച്ച് എത്രയാണോ അത് തന്നെ ആയിരിക്കും, അതിന് നേരെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ആ മെറ്റീരിയലിന് സംഭവിക്കുന്ന മാഗ്നറ്റൈസേഷന് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിന് ഈക്വലൻ്റ് ആയിട്ട് തമ്മിൽ എന്ത് ചെയ്യും? അവർ തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി, ഇതൊക്കെ ഞാൻ കുറച്ച് ഫാസ്റ്റ് പറയുന്ന കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എം ബൈ എച്ച് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു -1 ആണെന്നുള്ളതാണ്. ഓക്കെ, നമ്മളുടെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. സോ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി -1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം പോസിബിൾ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഫോർ എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പോൾ നമുക്കതിന് എന്ത് പറയുന്നത്? ഇറ്റ്സ് എ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എന്താ പറയാൻ പറ്റും? ഒരു പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ്. ദിസ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ സസെപ്റ്റിബിലിറ്റി ഫോർ എ ഡയാമാഗ്നറ്റ്. അതുകൊണ്ട് നമ്മൾ പഠിച്ചത് നമ്മൾ ഇറ്റ് വിൽ ബി ക്ലോസ് ടു -1 എന്ന് പറഞ്ഞുള്ളൂ. ഇത് നമുക്ക് കറക്റ്റ് എക്സാക്ട്ലി -1 ആയിട്ട് കിട്ടും. So the maximum value of susceptibility, this is the maximum value of the susceptibility for a diamagnet, അല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് ആണെന്ന് പറയാൻ പറ്റും. നമ്മളുടെ എന്ത് ചെയ്യുന്നു? ഒരു മീസ്നർ എഫക്റ്റിൽ എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡിനെ കംപ്ലീറ്റ്ലി പുറത്തുകൂടെ എന്ത് ചെയ്യാം? കടത്തിവിടുന്നു എന്നുള്ളതിനാണ് നമ്മൾ മീസ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. So when the superconductor is cooled below TC and kept in the magnetic field, a persistent current is produced on the surface of the material. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു സൂപ്പർ കണ്ടക്ടറിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് എന്ത് ചെയ്യുന്നു? ഒരു പെർസിസ്റ്റൻ്റ് കറണ്ട് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ട് മൂലം എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നമ്മളുടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഒരു സൂപ്പർ കണ്ടക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറത്ത് എന്ത് ചെയ്യും? ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ട് മൂലം, ആ സർക്കുലേറ്റിംഗ് കറണ്ടാണ് ഫോം ചെയ്യുക. ആ സർക്കുലേറ്റിംഗ് കറണ്ട് മൂലം എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ടു ദ അപ്ലൈഡ് ഫീൽഡ് ആയിരിക്കും. ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് വിൽ ബി സെയിം ആസ് ദ അപ്ലൈഡ് ഫീൽഡ്. അപ്പോൾ എന്ത് ചെയ്യും? അവർ തമ്മിൽ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്തിട്ട് ഇന്റീരിയറിൽ നമുക്ക് സീറോ മാഗ്നറ്റിക് ഫീൽഡ്. സോ വെൻ എ സൂപ്പർ കണ്ടക്ടർ കെപ്റ്റ് ഇൻ എ
മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ ചുറ്റും എന്തായിരിക്കും ഒരു കറണ്ട് സർക്കുലേറ്റിംഗ് കറണ്ട് ഫോം ചെയ്യും. ആ കറണ്ട് മൂലം ഉണ്ടാകുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അങ്ങനെ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡും ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് കിട്ടും. സോ ഇറ്റ് ബിഹേവ്സ് എസ് എ പെർഫെക്റ്റ് മാഗ്നറ്റ് ഡയമagnet. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വീസ്നർ എഫക്റ്റിന് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ലെവിറ്റേഷൻ ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ ലെവിറ്റേറ്റിംഗ് ട്രെയിൻസും എന്താ പറയുക അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ നമ്മളിപ്പോൾ എന്താ പറയുക വന്നുകൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റുകളാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എയറിൽ ലെവിറ്റേറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചെയ്യും, ഇതൊരു ഓപ്പോസിറ്റ് ചെയ്തിട്ട് അതിനെ കടന്നു പോകാൻ അനുവദിക്കാതിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ആ ഒരു ഹൈ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് എപ്പോഴും എന്ത് ചെയ്യും പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എയറിൽ ഒരു ഡയമagനറ്റിനെ ഒരു എന്താ പറയുക ഒരു സൂപ്പർ കണ്ടക്ടറിനെ നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, അതിനങ്ങനെ ലെവിറ്റേറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു എന്താ പറയുക ഈ സൂപ്പർ കണ്ടക്ടറിൻ്റെ ഇത് നിങ്ങളുടെ ഫസ്റ്റ് പേജിൽ ഞാൻ ഒരു പിക്ചർ കൊടുത്തിട്ടുള്ളത് ആക്ച്വലി മാഗ്നറ്റിക് ലെവിറ്റേഷൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു സൂപ്പർ കണ്ടക്ടറാണ് താഴത്തുള്ളത്. ഇവിടെ നമ്മളൊരു മാഗ്നറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ലെവിറ്റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ടെമ്പറേച്ചർ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക ലോ ടെമ്പറേച്ചർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്കൊരു പുക പോലുള്ള ഒരു ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൂപ്പർ കണ്ടക്ടറിന് മേലെ നമ്മളൊരു മാഗ്നറ്റ് വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ആക്ച്വലി ലെവിറ്റേറ്റ്. രണ്ട് തിരിച്ചായിട്ടും വെക്കാം. നമുക്കൊരു മാഗ്നറ്റിന് മേലെ നമ്മളൊരു സ്മോൾ സൂപ്പർ കണ്ടക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് എന്ത് ചെയ്യും, എയറിൽ ലെവിറ്റേറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ഈ മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെന്താ ഭാവിയിൽ ഒരുപക്ഷെ നമ്മളുടെ എന്താ പറയുക മാഗ്നറ്റിക് ലെവിറ്റേറ്റിംഗ് ട്രെയിനുകളും കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യത നമുക്ക് ഉണ്ട്. സോ അത് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്, പ്രോപ്പർട്ടീസ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ദ എഫക്റ്റ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. സോ നമ്മൾ നേരത്തെ പഠിച്ചു എന്ത് ചെയ്ത് metal exits in a superconducting state only below certain critical temperature. അതുപോലെ തന്നെ we have a critical magnetic field. ഉണ്ട്. അതായത് നമുക്കൊരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയലിൽ നമ്മളിപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ ആ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ എന്തായിരിക്കും, നോർമൽ മെറ്റീരിയലായി മാറും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോർമൽ മെറ്റീരിയലായിട്ട് മാറ്റാൻ പറ്റും. സോ എ സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടി ക്യാൻ ബി destroyed by either by increasing the temperature or by increasing the magnetic field എന്നുള്ളതാണ്. So the minimum strength of a magnetic field required to destroy the superconducting nature of a metal at a particular temperature is called a critical field HC. അപ്പോൾ നമുക്ക് ഒരു സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയലിൻ്റെ അതിന് സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടീസ് നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ ആവശ്യമായ ഏറ്റവും മിനിമം മാഗ്നറ്റിക് ഫീൽഡിനാണ് നമ്മൾ ക്രിട്ടിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞു സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചർ വെച്ചിട്ടും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടും നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അതിൻ്റെ സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടി നമുക്ക് നഷ്ടപ്പെടും. ദ മിനിമം സ്ട്രെങ്ത് റിക്വയർഡ് ടു ഡിസ്ട്രോയ് ദ എന്താ പറയുക സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയലിനാണ് നമ്മൾ എന്താ പറയുന്നത് ക്രിട്ടിക്കൽ ഫീൽഡ് HC എന്ന്. സോ മിനിമം സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് required to destroy a superconducting nature of a metal at a particular temperature is called a critical field HC എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഒരു ക്രിട്ടിക്കൽ എന്താ പറയുക ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് വേഴ്സസ് ടെമ്പറേച്ചറിൻ്റെ ഒരു ഗ്രാഫാണ്. അപ്പോൾ നമുക്കറിയാം TC എന്ന് പറയുന്ന എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറാണ്. ബട്ട് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിത്തൗട്ട് മാഗ്നറ്റിക് ഫീൽഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സൂപ്പർ കണ്ടക്ടിങ് നേച്ചർ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് TCയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആണ്. നൗ ഇഫ് യു റെഡ്യൂസ് ദ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, അത് ഇൻക്രീസ് ചെയ്ത് പോകും. ആൻഡ് അറ്റ് 0 കെൽവിൻ ഇവിടെ TC 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് H0 എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ഹയസ്റ്റ് നമ്മളുടെ മാഗ്നറ്റിക് സ്ട്രെങ്ത്
ക്രിട്ടിക്കൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് വെൻ 0 കെൽവിൻ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇത്രയും H0 എമൗണ്ട് എന്താ പറയുക മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സൂപ്പർ കണ്ടക്ടിങ് നേച്ചർ തകർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടി സിയിൽ നമുക്ക് എന്താ പറയുക മാഗ്നറ്റിക് ഫീൽഡ് റിക്കോർഡ് 0 ആയിരിക്കും. 0 കെൽവിനിൽ നമുക്ക് കിട്ടുന്നത് മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാക്സിമം ക്രിട്ടിക്കൽ ഫീൽഡ് വരുന്നത് നമുക്ക് 0 കെൽവിനിലാണ്. സോ ഇറ്റ്സ് വാല്യൂ ഈസ് 0 അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അത് നമ്മൾ ഇവിടെ കണ്ടതാണ്. ഇറ്റ്സ് വാല്യൂ 0 അറ്റ് ഇറ്റ്സ് വാല്യൂ 0 അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ദ വേരിയേഷൻ ഈസ് വേരിയേഷൻ ഓഫ് ദ ക്രിട്ടിക്കൽ എന്താ പറയുന്നത് ഫീൽഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഇക്വേഷൻ H0. H0 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വരുന്ന 0 കെൽവിനിൽ വരുന്ന 0 കെൽവിനിൽ വരുന്ന മാഗ്നറ്റിക് റിക്വയർഡ് മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ H0 എന്ന് പറയുന്നത്. H0 × 1 - T/Tc സ്ക്വയർ ആണ് നമ്മളുടെ എന്താ പറയുക ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ T = TC ആണെന്ന് നോക്കുക. T = TC ആകുമ്പോൾ എന്ത് വരും, TCയും Tയും TC/TC എന്നുള്ളത് 1 ആയി മാറും. അപ്പം 1 - 1 0 ആയി മാറും. അപ്പം നമുക്ക് ക്രിട്ടിക്കൽ ഫീൽഡ് റിക്വയർഡ് എന്തായിരിക്കും, 0 ആയിട്ട് മാറും. അതുപോലെ നമുക്ക് എന്താ പറയുക നമ്മളുടെ ടെമ്പറേച്ചർ 0 ആണെന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ 0 കെൽവിൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് HC എന്ന് പറയുന്നത് =H0 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമ്മളുടെ എന്താ പറയുക ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർഡിൻ്റെ ഇക്വേഷൻ വരുന്നത്. അതുപോലെ തന്നെ അടുത്തതാണ് നമ്മൾ കറണ്ട് ഡെൻസിറ്റി. ഇതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഒരു ക്രിട്ടിക്കൽ കറണ്ട് അപ്ലൈ ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൻ്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അതായത് മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർഡ് ടു ഡിസ്ട്രോയ് സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ അപ്ലൈങ് ഇലക്ട്രിക് കറണ്ട്. അതായത് നമ്മളൊരു ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോഴും നമുക്ക് എന്താ കിട്ടുന്നത്, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും അല്ലേ. ആ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. സോ ദ കറണ്ട് റിക്വയർഡ് So the produced magnetic field changes the material from superconducting to normal. അത് നേരത്തെ പറഞ്ഞത്. So the maximum current that can be passed through a superconducting material without destroying its superconducting property is called a critical current IC. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സൂപ്പർ കണ്ടക്ടർ എടുത്ത് അതിനെ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കറണ്ട് പാസ് ചെയ്ത് പോകുന്നു. കറണ്ട് പാസ് ചെയ്ത് പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് മൂലം എന്ത് ചെയ്യുക, അതിന് സൂപ്പർ കണ്ടക്ടിവിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. So the maximum allowed current that can be passed through a superconducting material without destroying its superconducting property ആണ് നമ്മൾ ക്രിട്ടിക്കൽ കറണ്ട്. അതായത് ഇത്രയും കറണ്ട് വരെ, അത് അതിൻ്റെ ആ മേലായിട്ടുള്ള കറണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ എന്താ പറയുക superconducting property നഷ്ടപ്പെടും. So the critical current IC is given by IC is equal to 2πr/hc എന്നുള്ള ഇക്വേഷൻ. അതായത് R എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ സിലിണ്ട്രിക്കൽ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ. ആ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയലിൻ്റെ സിലിണ്ട്രിക്കൽ ഫോമിലാണെങ്കിൽ അതിൻ്റെ റേഡിയസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, R എന്ന് പറയുന്നത്. സോ IC ദ ക്രിട്ടിക്കൽ കറണ്ട് റിക്വയർഡ് ടു ഡിസ്ട്രോയ് ദ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 2πr/hc എന്നുള്ളത്. HC എന്ന് പറയുന്നത് നമ്മളുടെ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ, അപ്പം ഈ ഒരു കറണ്ട് ഈ ഒരു എഫക്റ്റ് ആക്ച്വലി കണ്ടെത്തിയത് സിൽസിബിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഈ ഒരു എഫക്റ്റിനെ നമ്മൾ സിൽസിബി എഫക്റ്റ് എന്ന് പറയുന്നത്. സോ സിൽസിബി കണ്ടെത്തിയ സമയത്ത് ഹി ഡിഫൈൻഡ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് കറണ്ട് ഡെൻസിറ്റി, നോട്ട് ഇൻ ടേംസ് ഓഫ് കറണ്ട്. സോ ദ ക്രിട്ടിക്കൽ കറണ്ട് ഡെൻസിറ്റി JC is the minimum current density in a superconducting material below which the material remains in a superconducting state. നമ്മൾ നേരത്തെ എന്താ പറയുക കറണ്ടിൻ്റെ കേസിൽ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ കറണ്ട് ഡെൻസിറ്റിയുടെ ടൈമിലാണ് പറയുന്നത്. സിൽസിബി ആണ് ആക്ച്വലി ഇത് കറണ്ട് ഡെൻസിറ്റിയുടെ ടേംസിലുള്ള ഈ ഒരു എഫക്റ്റ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എഫക്റ്റ് നമ്മൾ സിൽസിബി എഫക്റ്റ് എന്നാണ് പറയുന്നത്. ദ ക്രിട്ടിക്കൽ കറണ്ട് ഡെൻസിറ്റി JC is the minimum current density in a superconducting material below which the material remains in a superconducting state. ഇനി മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐസോടോപ്പ് എഫക്റ്റ് ആണ്. ഐസോടോപ്പ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായാലും ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ്. ഓരോ മെറ്റീരിയലിനും ഓരോ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. ഇത് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ആക്ച്വലി വേരീസ് വിത്ത് ഐസോടോപ്പിക് മാസ്. നമ്മളുടെ എന്താ പറയുക, അപ്പോൾ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ ഒരു ഐസോടോപ്പ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഒരു ട്രാൻസിഷൻ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യും. അതിനാണ് നമ്മൾ എന്താ ഐസോടോപ്പ് എഫക്റ്റ്. ഇത് വേരിയേഷൻ ഓഫ് എ ട്രാൻസിഷൻ ടെമ്പറേച്ചർ വിത്ത് ഐസോടോപ്പിക് മാസിനെ നമ്മൾ എന്താ പറയുന്നത് ഐസോടോപ്പ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ TC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു m⁻⁴ ആണ്. ആൽഫ എന്ന് പറയുന്നത് ജനറലി ഇറ്റ് ഈസ് ഹാഫ് ആണ്. അപ്പോൾ TC എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു m⁻½ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ TC × m⁻⁴ is equal to
കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു ഇക്വേഷൻ എന്ന് മനസ്സിലാകും. ലാർജർ ദ ഐസോട്ടോപ്പ് മാസ് സ്മോളർ ദ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ഐസോട്ടോപ്പിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അതാണ് നമ്മളുടെ ഈ ഐസോട്ടോപ്പ് എഫക്റ്റ് വരുന്നത്. നമ്മുടെ സെയിം മെറ്റീരിയൽ തന്നെ അതിൻ്റെ ഐസോട്ടോപ്പായിട്ട് മാസ് ഹൈ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മാസ് ഹൈ ആവുന്ന പറഞ്ഞാൽ ഒരു ന്യൂട്രോൺ എക്സ്ട്രാ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കുറഞ്ഞു പോകുന്നത്. സോ ദ അഡീഷൻ ഓഫ് എ ന്യൂട്രോൺ ടു ദ ആറ്റം and lattice plays an important role in the superconductivity. The addition of a neutron to the atom and lattice plays an important role in the superconductivity. ഓക്കെ, ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇത്രയും പഠിക്കാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ.